ഇപ്പോഴുള്ള നാഷണൽ അവാർഡ് പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, അതിന് പലപ്പോഴും ഒരു ബോളിവുഡ് ഫിലിം നൈറ്റുമായിട്ടൊക്കെയാണ് ആളുകൾ താരതമ്യം ചെയ്യുന്നത്. പുഷ്പ എന്ന സിനിമയുടെ പ്രകടനത്തിന് അല്ലു അർജുൻ അവാർഡ് ലഭിച്ചതൊക്കെ ആളുകൾ കുറച്ച് അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്, ഉൾക്കൊള്ളാനാവുന്നില്ല. പലപ്പോഴും കുടിശ്ശിറങ്ങിലെ 3 വേഷങ്ങൾ ചെയ്ത് ശ്രീ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാതിരുന്ന ഒരു അത്രയും വിലമതിപ്പുള്ള ഒരു അവാർഡ് പുഷ്പ പോലെ ഒരു കമേഴ്ഷ്യൽ ടെംപ്ലേറ്റിനുള്ള നായക നടൻ അവാർഡ് കൊടുക്കുന്നു. എവിടേക്കാണ് നമ്മുടെ നാഷണൽ അവാർഡുകൾ പോകുന്നത്? അത് ജഡ്ജ് ചെയ്യുന്ന ജൂറിയുടെ വിഷയമാണ്. ഈ ജൂറിയിൽ ഒരു അവാർഡ് കിട്ടിയ ആളുള്ളത് കൊണ്ട് അയാളുടെ ലോങ് റണ്ണിൽ അപ്പം ജൂറിയെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇഷ്യൂ വരുന്നത്. ജൂറി സ്ട്രോങ് ആയാലും ഇഷ്യൂ വരില്ല. ജൂറിയുടെ സെൻസിബിലിറ്റി വെച്ചിട്ടാണ് ഈ പടങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പം ജൂറിയുടെ സെൻസിബിലിറ്റി അല്ല ഇവർ കെയർ ചെയ്യുന്നത്. ഇവർ ഈ പറഞ്ഞ മാതിരി ജൂറി എത്ര കണ്ട് സ്ട്രോങ് ആയിട്ടാണെന്നുള്ളത് മാത്രമാണ് നമ്മൾ കൺസീവ് ചെയ്യേണ്ടത്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും അതിനകത്ത് പ്ലേസ് ചെയ്യുന്ന വ്യക്തിയുടെ അറിവാണ് ഇമ്പോർട്ടൻ്റ്. ശ്രീ മോഹൻലാലുമായി ടി പത്മനാഭൻ്റെ കടൽ എന്ന കഥയെ സിനിമയാക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. മോഹൻലാലും സാർ എപ്പോഴും കാണുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. അതെ. എന്താണ് അതിൻ്റെ ഭാവി? അത് ആ കാലത്ത് ഭയങ്കര ഒരു ബഡ്ജറ്റഡ് ഫിലിമാണ്. ഇന്നിപ്പോൾ അത് കുറച്ച് ചെയ്യുക, എന്തെങ്കിലും ഒരു പ്രൊഡ്യൂസർ വരികയാണെങ്കിൽ ഞാനത് ചെയ്യും കേട്ടോ.